സ്വാഗതം. സായന്ന ടാരോ കാർഡിലേക്ക് ഹാർദമായ സ്വാഗതം. ഇന്നത്തെ ദിവസം എന്ത് സന്ദേശമാണ് ഏഞ്ചൽസ് തരുന്നതെന്നാണ് ഞാൻ ചോദിക്കുന്നത്. ഉറങ്ങുന്നതിന് മുമ്പ് വാട്ട് ഈസ് ദ ഗുഡ് നൈറ്റ് മെസ്സേജ് ഓഫ് ദ ഏഞ്ചൽസ്? 3 കാർഡുകൾ എടുക്കാം. ആദ്യത്തെ കാർഡ് ഒരു യെസ് ഓർ നോ കാർഡാണ്. രണ്ടാമത്തെ കാർഡ് ഏതോ ഒരു സിറ്റുവേഷനും, മൂന്നാമതൊരു നിർദ്ദേശവും. 3 കാർഡുകൾ നിങ്ങൾക്ക് കണ്ടറിയാൻ പറ്റും. ഒന്നിൻ്റെ ഔട്ടർ ബ്ലൂ ആണ്, ഒന്നിൻ്റെ പിങ്ക് ആണ്, ഒന്നിൻ്റെ യെല്ലോ ആണ്. അപ്പോൾ ആദ്യത്തെ കാർഡ് നമുക്ക് നോക്കാം എന്താണ് വന്നിരിക്കുന്നത് എന്നുള്ളത്. റീകൺസിഡർ എന്ന് പറയുന്ന ഒരു കാർഡാണ് വന്നിട്ടുള്ളത്. റീകൺസിഡർ എന്ന് പറഞ്ഞാൽ പുനർവിചിന്തനം ചെയ്യൂ എന്നാണ് പറയുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ ഒരു ഇഷ്യൂവിനെ കുറിച്ചിട്ട് നമ്മൾ ഭയങ്കരമായിട്ട് വറീഡ് ആവുന്നുണ്ടെങ്കിൽ ആ ഇഷ്യൂവിനെ പുനർവിചിന്തനം വേറൊരു ആംഗിളിൽ കണ്ടു നോക്കുക. അതായത് 5 വർഷം കഴിഞ്ഞിട്ട് നമ്മൾ ഇതിനെക്കുറിച്ച് വറി ചെയ്യുമോ, 10 വർഷം കഴിഞ്ഞിട്ട് ഇതിനെക്കുറിച്ച് വറി ചെയ്യുമോ, അതായത് എപ്പോഴും ഒരു വേറെ ആംഗിളിൽ കാര്യം കാണാനാണ് ആദ്യമായിട്ട് പറയുന്നത്. രണ്ടാമത്തെ നിർദ്ദേശം നമുക്ക് എന്താണെന്ന് നോക്കാം. ഇതിൽ നമുക്ക് വരുന്നത് സക്സസ് എന്ന് പറയുന്ന കാർഡാണ്. എപ്പോഴാണ് സക്സസ് എന്ന് പറഞ്ഞാൽ റീകൺസിഡർ ചെയ്താൽ മാത്രമാണ് സക്സസ്. അതായത് ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷനിൽ ഇതേപോലെ മുന്നോട്ടല്ല വിജയം എന്ന് പറയുന്നത്. ഇത് പുനർവിചിന്തനം നടത്തി കഴിഞ്ഞാൽ നമുക്കൊരു വിജയം കാണുന്നു എന്നാണ് പറയുന്നത്. മൂന്നാമത്തെ സന്ദേശം എന്താണെന്ന് നോക്കാം. ഈ കാർഡെന്ന് പറയുന്നത് പെർഫെക്റ്റ് ടൈമിംഗ് എന്നാണ്. അങ്ങനെ വരുമ്പോൾ അത് കറക്റ്റ് സമയത്ത് നടക്കുന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് എല്ലായ്പ്പോഴും അറിയാമല്ലോ, യൂണിവേഴ്സിന് നമ്മളൊരു ഡിവൈൻ ടൈമിംഗ് എന്ന് പറയും. എന്തിനും ആ ഒരു സമയത്ത് നടക്കുള്ളൂ എന്ന് പറയും. നാടോടിക്കാറ്റിൽ ലാലും ശ്രീനിവാസനും പറയുന്ന ഡയലോഗാണ്, എല്ലാത്തിനും അതിൻ്റെ ഒരു സമയമുണ്ട് ദാസ എന്ന് പറയുന്ന മാതിരി ആ സമയമാകുമ്പോൾ നടക്കും. പക്ഷേ ഇപ്പോൾ ഇത് നടക്കണമെങ്കിൽ ഈ ഒരു കാര്യം റീകൺസിഡർ ചെയ്തേ പറ്റൂ. റീകൺസിഡർ ചെയ്ത് പുനർവിചിന്തനം നടത്തുകയാണെങ്കിൽ താങ്കൾക്കത് വിജയിക്കും കറക്റ്റ് സമയത്ത് എന്നാണ് ഇന്ന് ഏഞ്ചൽസ് പറയുന്നത്. അപ്പോൾ ഐ വിഷ് യു ഗുഡ് നൈറ്റ്. നമുക്ക് നാളെ രാവിലെ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ് ഡിയർ.